രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം സെഷൻസ് കോടതി ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിനു പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചത് സ്ത്രീയാണോ എന്ന് പോലും അറിയില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ആദ്യം രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജരാവും, നാളെ പറഞ്ഞാൽ നാളെ ഹാജരാവും. ആള് ഏത് കോടതിയിലാണോ ആ പെറ്റീഷൻ പെൻഡിങ്, ആ കോടതിയിലെ കസ്റ്റഡിയിലാണ് ആ പ്രതിയുള്ളത്. ഹൈക്കോടതി പറയുകയാണ്, നാളെ എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഹാജരാവും. ഹാജരായില്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിക്ക് കൺസിഡർ ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കേസ് 15 പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.